ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രകൃതി നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് സമ്പദ് സമൃദ്ധി ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതിൽപ്പെട്ട ഒന്നാണ് ഔഷധ സസ്യങ്ങളും ഔഷധ ചെടികളും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഔഷധ ചെടി നമ്മുടെ ഈ നാട്ടിൽ കൊടകൻ എന്നറിയപ്പെടുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ കൊടിഞ്ഞെൽന്നോ അങ്ങനെ എന്താണ്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇത് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊടകനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കൊടകൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഔഷധ ചെടിയാണ്. സസ്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മണ്ണിക്കട ഇങ്ങനെ പറ്റി പിടിച്ച് ഉണ്ടാവുന്ന കേട്ടോ. നമുക്ക് പലർക്കും അത് കൊടകനാണെന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഇത് പള്ള എന്നൊക്കെ പറഞ്ഞ് പറിച്ചൊക്കെ കളയും. ഞാനൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ പള്ളയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പറിച്ച് കളയും. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഷുഗറിന്, പ്രഷറിന്, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കെപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ടോൺസിലൈറ്റീസിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് എണ്ണ കാച്ചി തലയിൽ തേക്കുക കേട്ടോ ടോൺസിലൈറ്റീസിന് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കൊടകനെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓരോരോ പരമ്പരാഗതമായി നമ്മൾക്ക് കൈമാറി വന്ന പഴയ തലമുറകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഓരോരോ ടിപ്സാണ്. അപ്പം നമ്മൾ പുതിയ തലമുറകൾക്ക് അത് വേറെ രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാം കേട്ടോ. ഇതിനെ നമുക്കൊരു ബ്യൂട്ടി ടിപ്സായിട്ട് നമുക്ക് എടുക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ സൂപ്പറായിട്ട് അരച്ച് നമ്മുടെ മുഖത്തിട്ട നമുക്ക് മുഖത്തുണ്ടാവുന്ന പിമ്പിൾസ്, അതുപോലെ തന്നെ എന്താ പറയുക, ആവശ്യമില്ലാത്ത എന്താ പറയുക ഡെഡ് സെൽസ്, ഇതെല്ലാം നല്ല സെറ്റപ്പാക്കി നല്ല അടിപൊളിയാക്കി മുഖം നല്ലപോലെ മിനുസമാക്കി തരും കേട്ടോ. ഒറ്റ യൂസിലൊന്നും നടക്കുകയില്ല. കുറച്ച് 1-2 തവണയൊക്കെ നമ്മൾ യൂസ് ചെയ്ത ശേഷം കേട്ടോ അത് നല്ല സെറ്റപ്പ് ആവുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് അരയ്ക്കുന്നതിനേക്കാളും ഉപരി അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്തത്. നല്ലപോലെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മുഖത്ത് തേക്കാം. അപ്പം ഞാനത് എൻ്റെ എളുപ്പത്തിനും എനിക്ക് തേക്കാൻ എളുപ്പത്തിനും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 2 തുളസിയിലയൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. മുഖക്കുരുവിനൊക്കെ തുളസിയില ഭയങ്കര ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ നല്ല മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഓവറായിട്ട് മറ്റേ എന്താ പറയുക അരച്ചെടുക്കുന്നത് നല്ലതാണ്, നീരെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ മുഖത്ത് എല്ലാ ഭാഗങ്ങളിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊരു നാച്ചുറൽ ടിപ്പാണ്. വേറെ നമുക്ക് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. വേറെ ഒരു കുഴപ്പവും ഇതിനുണ്ടാവുകയില്ല. ചൊറിച്ചിലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. മുഖം നല്ല സൂപ്പറായിട്ട് നമ്മൾ കഴിയുമ്പോൾ മുഖത്തിന് നല്ലൊരു നിറവും എന്താ പറയുക നല്ലൊരു തെളിച്ചമൊക്കെ ഉണ്ടാകും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്കത് നല്ലപോലെ അപ്ലൈ ചെയ്ത് മുഖത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ അടിപൊളിയായിട്ട് ചെയ്ത് മുഖത്തും എന്താ പറയുക നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലമില്ലേ, ആ ഒരു അരികവശങ്ങളിലും ഒക്കെ നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അടിപൊളിയായിട്ട് 2 കൈയും വെച്ച് നല്ലപോലെ കവിളയിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് മൂക്കിലും എല്ലായിടത്തും ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നല്ലപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് മുഖത്തൊന്ന് പിടിക്കാൻ മുഖത്ത് അരച്ചിടുന്നതും നല്ലതായിരിക്കും കേട്ടോ. കാരണം നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അത് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു നമുക്കെന്താ പറയുക നല്ലൊരു ആശ്വാസം, നല്ലൊരു തണുപ്പ് നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ട് തേച്ചൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ട എല്ലാം മുഖത്തെല്ലായിടത്തുമായി. അപ്പോൾ കണ്ട ഞാൻ എന്നിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള മുഖം കേട്ടോ എൻ്റെ. എനിക്ക് തന്നെ അന്നേരം തന്നെ ഒരു ഫീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തെളിച്ചമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ കേട്ടോ ആ ഒരു മുഖവും ഇപ്പോഴത്തെ ആ ഒരു മുഖവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.